നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും രാവിലെ 7:00ക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. നിഫ്റ്റി റെക്കോർഡ് ക്ലോസിംഗ് ആണ് ഇന്നലെ നടത്തിയത്. ഇന്നലെ മാത്രം BSE ലിസ്റ്റഡ് കമ്പനീസിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 4 ലക്ഷം കോടി രൂപ കവിഞ്ഞു. ഇന്നലെ മാത്രം. അപ്പോൾ കഴിഞ്ഞ 8 ദിവസത്തെ ട്രേഡിംഗ് ഡേ കൊണ്ട് നിഫ്റ്റി ഏകദേശം ഒരു 1000 പോയിൻ്റ് മൂവ്മെൻറ്റ് നടത്തി. ഏറെ ദിവസങ്ങളായിട്ട് ഈ ഒരു റാലിയിൽ തന്നെ പങ്കെടുക്കാത്ത ബാങ്ക് നിഫ്റ്റിയും ഇന്നലെ റാലി രേഖപ്പെടുത്തി. ഈ ഒരു റാലിയിൽ പങ്കെടുത്തു അറ്റ്ലീസ്റ്റ്. പിന്നെ കൂടാതെ കണ്ട 2 പ്രത്യേകതകൾ, മെയ് മാസത്തിലെ FISൻ്റെ ഭാഗത്തുനിന്ന് ആകെ ഒരു സിംഗിൾ ഡേ ബൈ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ, 1800 കോടി രൂപയുടെ ബൈ. പക്ഷേ ഇന്നലെ അവരുടെ ഈ ഒരു മെയ് മാസത്തിലെ രണ്ടാമത്തെ ബൈ നടന്നു എന്നുള്ളതാണ്. ഏകദേശം ഒരു ഹ്യൂജ് ബൈയിങ് ആണ്. 4600 കോടി രൂപയ്ക്ക് മുകളിൽ FIS ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ബൈ നടത്തി എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നടന്നത്. കൂടാതെ തന്നെ ഇനി ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒപ്പം ചേർത്ത് വായിക്കേണ്ട കാര്യം, സ്വാഭാവികമായ രീതിയിൽ നിഫ്റ്റി ഇത്ര ശക്തമായിട്ട് മുകളിലേക്ക് പോകുമ്പോൾ വിക്സ് ഫോൾ ആകേണ്ടതാണ്. എന്നാൽ താഴത്തില്ലട എന്ന് പറയും പോലെയാണ് വിക്സ് സ്റ്റിൽ നിൽക്കുന്നത് 21 എന്ന റേഞ്ചിലാണ്. അപ്പോൾ വിക്സിൽ പ്രപ്പോർഷനായിട്ടുള്ളൊരു ഫോള് അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് കണ്ടില്ല. ചാഞ്ചാട്ടം തുടരുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, US മാർക്കറ്റിൽ ഇന്നലെ വന്ന ഫെഡിൻ്റെ മിനിസ്റ്റർ ഓഫ് മീറ്റിങ്ങിൽ അവിടുത്തെ ഇൻഫ്ലേഷൻ വളരെ സ്റ്റിക്കി ആയിട്ട് നിൽക്കുകയാണ്. അതായത് വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല, കൂടിയിട്ടില്ല, ഇന്നലെ കുറഞ്ഞിട്ടുമില്ല. അപ്പോൾ ആ ഒരു ഘടകം കൊണ്ട് മോർഗൻ സ്റ്റാൻലി പോലെയുള്ള USലെ ഏറ്റവും വലിയ ബ്രോക്കറിങ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ഥാപനങ്ങൾ പറയുന്നത് അവിടുത്തെ സ്റ്റോക്കുകൾ കുറച്ച് ഓവർ വാല്യൂഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഹെവി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഡോ ജോൺസിലെല്ലാം തന്നെ ഏകദേശം ഒരു 600 പോയിൻറ്റിൻ്റെ ഒരു ശക്തമായിട്ടുള്ളൊരു ഫോളാണ് ഇന്നലെ കണ്ടത്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റിനും സ്വാഭാവികമായ രീതിയിൽ ഗിഫ്റ്റ് നിഫ്റ്റിയിലുമുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഇന്ന് ഗ്യാപ്പ് അപ്പിൽ ആയതായിരുന്നു. ആക്ച്വലി ഇന്നലെ നമ്മളെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഏകദേശം ഒരു വിത്തിൻ 1 അവർ ഗിഫ്റ്റ് നിഫ്റ്റി 100 പോയിൻ്റ് ആയതായിരുന്നു. പക്ഷേ ആ ഒരു റാലിയെല്ലാം തന്നെ പോയി ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് ഏകദേശം ഒരു 50 പോയിൻ്റ് താഴ്ന്ന നിലയിലാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിൽപ്പ്. പക്ഷേ FIS ബൈയിങ്ങിലേക്ക് തിരികെ വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ തന്നെ ഇത് അപ്പാടെ മാറ്റി നിർത്തി മാർക്കറ്റിൻ്റെ ആ ഒരു മേജർ റെസിസ്റ്റൻസ് സോണിൻ്റെ മുകളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ അതല്ലെങ്കിൽ FIS വീണ്ടും ബൈ ചെയ്യുമോ എന്നുള്ളതൊക്കെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ള പ്രധാന ഒരു വൺ ലൈനിൽ പറയേണ്ട ഒരു കാര്യം. ഇനി നമുക്ക് വിശദമായിട്ടുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ആദ്യം ഇൻഡിഗോനെ സംബന്ധിച്ചുള്ള ന്യൂസാണ്. രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ ഡൊമസ്റ്റിക് മേഖലയിൽ സർവീസ് നടത്തുന്ന കമ്പനിയാണ് ഇൻഡിഗോ, ഏവിയേഷൻ സെക്ടറിലുള്ള കമ്പനി. അപ്പോൾ ഇവരുടെ റവന്യൂ 26% വർദ്ധിച്ചു. നെറ്റ് പ്രോഫിറ്റും 919 കോടി രൂപയിൽ നിന്ന് 1894 കോടി രൂപ ഈ നെറ്റ് പ്രോഫിറ്റും ഇവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഡൊമസ്റ്റിക് മേഖലയിൽ ബിസിനസ് ക്ലാസ് യാത്രകൾ ഇവർ തുടങ്ങുമെന്നൊക്കെ കമ്പനിയുടെ ഭാഗത്തു നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളും ഉണ്ട്. JK ലക്ഷ്മി സിമെൻറ്റ് നെറ്റ് പ്രോഫിറ്റ് 41% വർദ്ധിച്ചു. കൂടാതെ തന്നെ കമ്പനി 225 കോടി രൂപ വർത്ത് വരുന്ന ഒരു പുതിയ സിമെൻറ്റ് ഗ്രൈൻഡിങ് കപ്പാസിറ്റി പ്ലാന്റ് തുടങ്ങാനായിട്ട് കമ്പനി തീരുമാനമെടുത്തു എന്നുള്ള ന്യൂസുമുണ്ട്. ബാർബക്യൂ നേഷൻ ഹോസ്പിറ്റാലിറ്റി രംഗത്തുള്ള കമ്പനിയാണ്. കമ്പനി കഴിഞ്ഞ തവണ 11 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനി ഇത്തവണ 1 കോടി രൂപ ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ലോസിൽ ഗണ്യമായ രീതിയിൽ കുറച്ച് കൊണ്ടുവരാനായിട്ട് കമ്പനിക്ക് പറ്റി. കൂടാതെ റവന്യൂ 7% ഒരു അപ്പും കമ്പനി കിട്ടി. UP കമ്പനി ആരതി ഇൻഡസ്ട്രീസായിട്ട് സ്പെഷ്യാലിറ്റി കെമിക്കൽ സപ്ലൈ ചെയ്യാനായിട്ട് പുതിയൊരു ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഹൊനാസ കൺസ്യൂമർ കമ്പനി, മാമ എർത്തിൻ്റെ എല്ലാം തന്നെ പ്രൊമോട്ടേഴ്സ്, ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് 16 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനി ഇത്തവണ 30 കോടി രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ബിക്കാച്ചി ഫുഡ് കമ്പനി 38 കോടി രൂപ പ്രോഫിറ്റിൽ നിന്ന് 116 കോടി രൂപ പ്രോഫിറ്റിലേക്ക് ഉയർത്തി. റവന്യൂ 12% ഉയർന്നു. വോഡാഫോൺ ഐഡിയ കമ്പനി, എറിക്സൺ എന്ന് പറയുന്ന ഒരു ആദ്യ ഘട്ടങ്ങളിലൊക്കെ മൊബൈലൊക്കെ ലോഞ്ച് ചെയ്ത കമ്പനിയാണ് എറിക്സൺ. അപ്പോൾ എറിക്സനായിട്ട് 5G ഡീല് സംബന്ധിച്ചുള്ളൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഫോർട്ടിസ് ഹെൽത്ത് കെയർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 34% ഉയർന്നു, 178 കോടി രൂപ. റവന്യൂ 8% ഉയർന്നു. ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് കമ്പനി, ഇവർക്ക് ആദാനി ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് പുതിയൊരു ഓർഡർ കിട്ടി. ഇന്നലെ ആദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകളെല്ലാം തന്നെ പറന്നത് നമ്മൾ കണ്ടു.
HCL ടെക് കമ്പനി CTS ഗ്രൂപ്പായിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ശില്പ മെഡിക്കെയർ കമ്പനി 8 കോടി രൂപ ലോസിൽ നിന്ന് 24 കോടി രൂപ പ്രോഫിറ്റിലേക്ക് കമ്പനി മികച്ച അറ്റാദായം രേഖപ്പെടുത്തി. ബ്രിഗേഡ് എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനി ബാംഗ്ലൂരിൽ 720 കോടി രൂപ മുടക്കി റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷൻ ചെയ്യാനായിട്ട് ഒരു പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് ഇവർക്ക് കിട്ടി. ഷർദ മോട്ടോഴ്സ് കമ്പനി മഹാരാഷ്ട്രയിലെ ഇവരുടെ പുതിയ പ്ലാന്റ് കമ്പനിക്ക് വരുന്നുണ്ട്. കമ്പനി മികച്ച പ്രോഫിറ്റ് ഉണ്ടാക്കി. സ്വാഭാവികമായും പോസിറ്റീവ് ന്യൂസ് ആണെങ്കിൽ കൂടിയും നിലവിൽ ഈ സ്റ്റോക്കുകളിൽ എല്ലാം തന്നെ കയറിയ ആളുകൾ അല്ലെങ്കിൽ നല്ല പ്രോഫിറ്റ് എൻജോയ് ചെയ്ത് നിൽക്കുന്ന ആളുകളോ ഒരു കൂട്ടം മ്യൂച്വൽ ഫണ്ട് കമ്പനീസോ മേ ബി പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയേക്കാം, അതല്ലെങ്കിൽ അവരുടെ ഹോൾഡിങ്സ് അതേപോലെ തന്നെ നിലനിർത്തിയേക്കാം എന്ന് സംഭവിക്കാം. അതായത് നല്ലൊരു റിസൾട്ടാണ് അതിനർത്ഥം സ്റ്റോക്ക് പറക്കും എന്നില്ല. ഇനി മറ്റുള്ള ഇന്നത്തെ ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ, ഇന്നത്തെ FNO ബാൻ, ഇന്നത്തെ IPO, ഡിവിഡൻഡ്, റിസൾട്ട് അനൗൺസ്മെൻറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ bismate.com എന്ന് പറയുന്ന നമ്മളുടെ വെബ്സൈറ്റിൽ ആയിട്ടുള്ള അതിൻ്റെ ട്രേഡ് ബഡി എന്ന് പറയുന്ന ട്രേഡിംഗ് വിങ്ങിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഫുൾ ആക്സസ് ചെയ്യാൻ സാധിക്കും, അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് തന്നെ. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാൻ പറ്റും. ടോപ്പിൽ ബിറ്റ്കോയിൻ 67,000 ഇടിഞ്ഞു. ഗോൾഡ് 2,400 താഴെ പോയി. ബ്രന്റ് ഓയിൽ 81. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് കാണാം. ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ ഇടിവിലാണ്. ഡോ ഫ്യൂച്ചർ സ്റ്റേബിളായി നിൽക്കുന്നുണ്ട്. ഇന്നലത്തെ ശക്തമായിട്ടുള്ള ഇടിവിന് ശേഷം ഇന്ത്യ വിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ 21 തന്നെയാണ്. യൂറോപ്യൻ മാർക്കറ്റ് സ്റ്റേബിളായ രീതിയിൽ ക്ലോസിംഗ് അവസാനിപ്പിച്ചു. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ കാണാം. ഡോ കാണാം 600 പോയിന്റ് ഇടിഞ്ഞു. നാസ്ഡാക്ക് 65 പോയിന്റ് ഇടിഞ്ഞു. US വിക്സും 8% സ്പൈക്ക്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ എന്നാൽ പരുക്കുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇൻഫോസിസും വിപ്രോയും ICICIയും HDFCയും എല്ലാം തന്നെ പോസിറ്റീവിൽ തന്നെ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇനി ഇതാണ് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത US കമ്പനികളുടെ അവസ്ഥ. NVIDIA ഒരു 10% ഒരു റാലി ഉണ്ടാക്കി. അത് മാറ്റി നിർത്തിയാൽ ആമസോൺ മുതൽ നെറ്റ്ഫ്ലിക്സ് വരെയുള്ള കമ്പനീസിൽ ഭീകരമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്നലെ നടന്നത്. സ്വാഭാവികമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് US മാർക്കറ്റിൽ ഇത്ര ശക്തമായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടതെന്നും നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഡോ ഫ്യൂച്ചർ സ്റ്റേബിളായ രീതിയിലൊരു അവസ്ഥയിലാണ്. പക്ഷേ US മാർക്കറ്റിൽ ഉണ്ടാക്കിയ ഒരു വലിയൊരു ഹെവി സെല്ലിങ് ഏഷ്യൻ മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ആയിട്ടില്ല. അതിപ്പോൾ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഫസ്റ്റ് ഹാഫിൽ നിഫ്റ്റിയിൽ നമുക്ക് വലിയൊരു ഗ്യാപ്പ് അപ്പ് എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ FIs ബൈയിങ് മോഡിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ സ്റ്റേബിളായിട്ടുള്ളൊരു ബൈയിങ് ആണ് നമുക്ക് വേണ്ടത്. ഒരു സിംഗിൾ ഡേ അവരുടെ ബൈയിങ് നമ്മൾ കണ്ടു. കഴിഞ്ഞ വെള്ളിയാഴ്ച 1,800 കോടി രൂപയുടെ ബൈയിങ് കണ്ടു. പക്ഷേ ആ ഒരു ബൈയിങ് അവർ നിലനിർത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സെല്ലിംഗ് മോഡിലേക്ക് പോയി. അതുപോലെ തന്നെ ഇന്നും ബൈയിങ് മോഡിൽ തന്നെയാണെങ്കിൽ FIs ഇന്ത്യൻ മാർക്കറ്റിൽ വീണ്ടും ഫിനാൻഷ്യൽ കമ്പനീസിൽ ക്യാഷ് പമ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതൊക്കെ നമുക്ക് കാത്തിരിക്കാം. വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റായിട്ട് എത്താം. താങ്ക് യു.